രാഹുൽ മടങ്ങിയെത്താൻ പണം തിരികെ കിട്ടിയവരിൽ ഒരാളായ റീന നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. റീന, താങ്കളുടെ അക്കൗണ്ടിലേക്ക് പിടിച്ച പണം തിരികെ എത്തിയോ? ഇന്ന് രാവിലെ രാവിലെ തിരികെ എത്തി. ബാങ്ക് മാനേജറെ മറ്റോ വിളിച്ചോ? ഇല്ല, ആരും വിളിച്ചില്ല. എത്ര തുകയാണ് നേരത്തെ എടുത്തിരുന്നത്? ഞാന് കാർഷിക ലോണായിട്ട് 75,000 രൂപ എടുത്തതായിരുന്നു. 75 എടുത്തിട്ട് ഞാൻ അതിൽ എനിക്ക് 35 രൂപയും കൂടെ തിരിച്ചടവുണ്ട്. അതിലേക്ക് ഞാൻ എല്ലാ മാസം കറക്റ്റ് അടവാണ്. ഈ മാസം മാത്രം എനിക്ക് അടയ്ക്കാൻ നമ്മളെ സാഹചര്യം അങ്ങനെയാണല്ലോ, അതുകൊണ്ട് ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ മാസം 10,000 രൂപ കയറിയപ്പോൾ അതിന്ന് 2,000 രൂപ പിടിച്ചു. ഞാൻ ചൂരന്മല ബ്രാഞ്ചിൽ നിന്നായിരുന്നു എടുത്തിട്ടുണ്ടായത്. ഞാൻ എന്നിട്ട് കൽപ്പറ്റ ബ്രാഞ്ചിൽ പോയിട്ട് അന്വേഷിച്ചു എന്തുകൊണ്ടാണ് 2,000 രൂപ ഈ സാഹചര്യത്തിൽ പിടിച്ചത് ചോദിച്ചപ്പോൾ എല്ലാവരും ഈ മാസം 2,000 എത്രയാണോ എടുത്തിട്ടുള്ളത് അത് നമുക്ക് പിടിച്ചേ ഒക്കത്തുള്ളൂ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ശരി, എനിക്ക് ബാക്കിയുള്ള 8,000 തിരിച്ചു തരണം പറഞ്ഞു. അപ്പൊ ബാക്കിയുള്ള 8,000 തിരിച്ചു വാങ്ങിച്ചു. അതിൽ ഇന്ന് രാവിലെ 2,000 രൂപയുടെ ക്രെഡിറ്റ് ആക്കി തന്നു. റീന, ഈ ദുരന്ത മേഖലയിൽ തന്നെയാണോ താമസിച്ചിരുന്നത്? അതെ, ഞാൻ ചുരന്മലയിലാണ് താമസിക്കുന്നത്. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു അല്ലേ? എല്ലാം നഷ്ടപ്പെട്ടു. ഞാനൊരു വീട് വെച്ചിട്ടുണ്ടായി, വീട് പണി പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതും സ്ഥലം എല്ലാം പോയി. ഞങ്ങൾ സ്കൂളിന്റെ ബാക്കിലായിരുന്നു വെച്ചിട്ടുണ്ടായത്. റീനയ്ക്ക് അറിവായിട്ട് മറ്റാരുടെയെങ്കിലും പണം ഇതുപോലെ പോയിട്ടുള്ളവരായി അറിയാമോ? ഇവിടെ ഞങ്ങളെ താമസിക്കുന്നവിടുത്ത് 1-2 ആളിൽ പറയുന്നുണ്ട്, പക്ഷെ അവർക്കൊക്കെ തിരിച്ചു കിട്ടിയെന്നല്ല നോക്കാണ് കേട്ടത്. അവരൊക്കെ ഓരോ വാടക വീടുകളിലേക്ക് താമസം മാറിപ്പോയി. അതായത് ഈ റൈഹാനത്തിനും മിനിമോൾക്കും ബാക്കി കിട്ടിയിരിക്കുന്ന 2 പേർക്കാണ്. ആ മിനിമോളെ ചേച്ചി തന്നെയാണ് എന്നോട് പറഞ്ഞത്. മിനിമോളെ ചേച്ചിയുടെ പൈസ തിരിച്ചിട്ടുണ്ടായെന്നുള്ള. ഞാൻ ചോദിച്ചത് മറ്റാരുടെയെങ്കിലും ഈ ബാങ്കിൽ നിന്ന് പണം എടുത്തവരോ ലോൺ എടുത്തവരോ ഒക്കെ ആയിട്ടുണ്ടോ? അവരിൽ നിന്നൊക്കെ പണം പോയതായിട്ട് റീനയ്ക്ക് എന്തെങ്കിലും അറിവുണ്ടോ? എനിക്കറിയില്ല സാറേ. ഇപ്പൊ എല്ലാവരും 4 വഴിക്കായി പോയില്ല, അതുകൊണ്ട് ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഈ പണം പിടിച്ചപ്പോൾ ഒരു ആഘാതമായി പോയില്ലേ? പെട്ടെന്ന് കിട്ടിയ പണം തുച്ഛമായ പൈസ. അതെ, കിട്ടിയപ്പോ ആ സമയം തൊട്ട് ഭയങ്കര വിഷമമായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ ഈ സാഹചര്യത്തിൽ അവർക്ക് പിടിച്ചല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ നമുക്ക് 2 ചെറിയ മക്കളാണ്. അവരൊക്കെ എന്തെങ്കിലും ഒരു ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലും നമ്മളെ കയ്യിൽ വല്ലതും വേണ്ടേ. പെട്ടെന്നൊരു ജോലി കണ്ടെത്തി നമുക്ക് ജോലിക്ക് പോയി ചെയ്യാൻ പറ്റില്ലല്ലോ. ക്യാമ്പിലാണ് താമസിക്കുന്നത്? ഇപ്പൊ ക്യാമ്പിലാണുള്ളത്. ശരി, വളരെ നന്ദി റീന പ്രതികരിച്ചതിന്.